RSS പ്രചാരകന്മാരുടെ അഖില ഭാരതീയ ബൈഠക് നാളെ മുതൽ 3 ദിവസം ഡൽഹിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ ഇന്ന് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. സംഘത്തിന്റെ ശതാബ്ദി വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം വിവരിച്ചു. ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഒപ്പം ഉത്തരേന്ത്യയിൽ പല ഭാഗങ്ങളിലും മഴ ശക്തമാകുന്നു എന്നതാണ് ഡൽഹിയിൽ നിന്നുമുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരും. ഡൽഹിയിലെ ജണ്ടേവാലയിലുള്ള കേശവ് കുഞ്ചെന്നുള്ള കാര്യാലയത്തിലാണ് നാളെ ബൈഠക്ക് നടക്കുന്നത്. RSSന്റെ പ്രാന്തപ്രചാരകന്മാരും സഹപ്രാന്തപ്രചാരകന്മാരും ക്ഷേത്ര പ്രചാരകന്മാരും ഒപ്പം തന്നെ സഹക്ഷേത്രീയ പ്രചാരകന്മാരും ഈ ബൈഠക്കിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ 32 വിവിധ ക്ഷേത്രങ്ങളുടെ സംഘടനാ സെക്രട്ടറിമാരും ഈ ബൈഠക്കിൻ്റെ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ മൊത്തം 232 പേർ കാര്യകർത്താക്കൾ ഈ ബൈഠക്കിൽ പങ്കെടുക്കുന്നുണ്ട്. RSSന്റെ സർസംഘചാലകായിട്ടുള്ള ഡോക്ടർ മോഹൻ ഭാഗവതും ഈ ബൈഠക്കിൽ ഭാഗമാകുന്നുണ്ട്. മാത്രമല്ല മുതിർന്ന കാര്യകർത്താക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രധാനമായും RSSന്റെ ശതാബ്ദി വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള കർമ്മ പരിപാടികൾക്ക് രൂപം നൽകിയ കർമ്മ പരിപാടികളുടെ അവലോകനം നടത്തുക തുടങ്ങിയതാണ് ഇത് ഈ ബൈഠക്കിൻ്റെ പ്രധാന അജണ്ട. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷം ഏതാണ്ട് 100 ശിക്ഷൻ വർഗുകൾ നടന്നു. അതിൻ്റെ അവലോകനവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. മാത്രമല്ല ഇന്ന് അംബേദ്കർ അതായത് ഇന്ന് RSSന്റെ കാര്യാലയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിവരിക്കുവാൻ വേണ്ടി RSSന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അടുത്ത ഈ ജന്മശതാബ്ദി വാർഷികവുമായി ബന്ധപ്പെട്ട കർമ്മ പരിപാടികൾ എന്നത് വിശദീകരിക്കുകയുണ്ടായി. നിരവധി പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 2 വിജയദശമി ദിനത്തിൽ നാഗ്പൂരിൽ സർസംഘചാലക് നടത്തുന്ന ഒരു പൊതുപരിപാടി കൂടിയാകും പ്രധാന ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. ഒപ്പം തന്നെ നവംബർ മാസത്തിൽ വീടുകൾ 21 ദിവസം നീണ്ടു നിൽക്കുന്ന വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള സമ്പർക്ക പരിപാടികൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശാരീരിക് അതേപോലെ തന്നെ ബൗദ്ധിക് വർക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട കർമ്മ പരിപാടികൾ അല്ലെങ്കിൽ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള കർമ്മ പരിപാടികൾക്ക് രൂപം നൽകുക തുടങ്ങിയാണ് ഈ ബൈഠക്കിൻ്റെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബൈഠക്കിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് പ്രധാനമായി ഇന്നിപ്പോൾ RSSന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് ഇന്നിപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ചില ചോദ്യങ്ങളുമുണ്ടായി. അതായത് കോൺഗ്രസ് മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ RSSനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്നാൽ അതിന് കൃത്യമായ മറുപടിയാണ് സുനിൽ അംബേദ്കർ നൽകിയത്. RSS എന്നുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, മറിച്ച് അതൊരു സാമൂഹിക സംഘടനയാണ്. RSS എന്താണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം, അത് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് എന്നുള്ളതാണ് ഇതിന് മറുപടിയായി നൽകിയത്. ഒപ്പം തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടികൾ അത് ഭരണഘടനാപരമായിട്ടുള്ള നടപടികൾ മാത്രമാണ് എന്നുള്ളതാണ് പ്രധാനമായും സുനിൽ അംബേദ്കർ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ ഇന്ന് ഡൽഹിയിൽ സുപ്രധാനമായൊരു പരിപാടി എന്നുള്ളത് RSSന്റെ വാർത്താ സമ്മേളനമായിരുന്നു. ഒപ്പം തന്നെ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ സഖ്യം വളരെ എതിർപ്പറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യം സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് മറ്റ് ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി കുടിയേറിയവർ ധാരാളമായി പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ഒരു സാഹചര്യത്തിലാണ് ബീഹാറിലെ ഇലക്ഷന് മുമ്പായി ഈ ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നത്. അതേസമയം എൻ ബ്ലോക്കായിട്ട് മുസ്ലിം വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴുമെന്നുള്ള ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തോടെ നിരവധി അനധികൃത വോട്ടർമാരെ അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് BJP അടക്കം ആരോപിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ നാളെയും പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ കൊൽക്കട്ടയിൽ നടന്ന പീഡനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അത് ഇന്ന് അയാളുടെ അഭിഭാഷകൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രധാന പ്രതിയുടെ അഭിഭാഷക ലൈസൻസ് ഇന്ന് റദ്ദാക്കുകയുണ്ടായി. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ ഒരുപക്ഷെ നാളെയും പ്രതീക്ഷിക്കാം. പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനം പുരോഗമിക്കുകയാണ്. നാളെ CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം അവസാനിച്ച് നാളെ D രാജ വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട്. അങ്ങനെ നാളെയും വാർത്തയുടെ ഒരു ദിനം കൂടിയാണ്
കടന്നു പോകുന്നത്. ഒപ്പം മറ്റ് ഉത്തരേന്ത്യയിലാകെ കനത്ത മഴ എന്നുള്ള വാർത്തകളുമുണ്ട്. പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിൽ 8-ാം തീയതി വരെ ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴയുണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് പല മേഘവിസ്ഫോടനങ്ങളും നടന്നു. നദികൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ടായി. വലിയ ദുരന്തമാണ്, വലിയ ദുരിതമാണ് ഹിമാചൽ പ്രദേശിൽ സംഭവിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ അടച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളും നാളെ പ്രതീക്ഷിക്കാവുന്നതാണ്.